ഫലമുള്ള വൃക്ഷം താഴ്ന്നു നിൽക്കുന്നു. ജ്ഞാനമുള്ളവർ വിനയാന്വിതരാകുന്നു. ജീവിതം എന്നത് സുഖദുഃഖങ്ങൾ നിറഞ്ഞൊരു നീണ്ട യാത്രയാണ്. നമ്മുടെ ജൈത്രയാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നു. ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ടവർ ഏത് പ്രതിസന്ധിയിലും കൂടെ കാണും, അല്ലാത്തവർ വിട്ടുപോകുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ഓരോ നഷ്ടവും നമ്മെ പുതുവഴികൾ തേടാൻ പഠിപ്പിക്കുന്നു. സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ ദുഃഖമില്ലെന്ന് ധരിക്കരുത്. കാരണം അത് കൈകാര്യം ചെയ്യാൻ ആ മുഖങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. കോപത്താൽ പറയുന്ന വാക്കുകൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. കൈവിട്ടുപോയ ആയുധവും പറഞ്ഞു പോയ വാക്കും തിരിച്ചെടുക്കാനാവില്ല. ജീവിതം ചെറിയതാണ്. അതിനാൽ നമുക്ക് മുന്നിലുള്ള സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. നമ്മെ വെറുക്കുന്നവരെയും നമ്മൾ വെറുക്കുന്നവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. മേഘത്തിൻ്റെ ഇടിമുഴക്കമല്ല, പെയ്യുന്ന മഴയാണ് ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്നത്. നിയന്ത്രണമില്ലാത്ത നാവ് ബഹുമാനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നറിയുക. വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.